നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ് അർജുനെ രക്ഷിക്കാൻ 100% ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം നടക്കാതെ അർജുനെ ഇനി രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ ലൈക്ക് സബ്സ്ക്രൈബ് എന്ന് പറയുന്നത് നമ്മുടെ ചാനലിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് രണ്ടും ചെയ്തിട്ട് ഈ ഒരു വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം ഈ അവസാനമായി നടന്ന ഒരു രക്ഷാപ്രവർത്തനമുണ്ട്. ഇതുവരെ നടത്തിയുള്ളത് വെച്ച് ഏറ്റവും മികച്ച രക്ഷാപ്രവർത്തനമായിരുന്നത്, അതായത് പുഴയിലേക്ക് ഇറങ്ങി തിരയുക എന്നുള്ളത്. എന്തായാലും അത് ഈശ്വർ മാൽപ്പി എന്ന് പറയുന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ സംഘവും അത് മികച്ച രീതിയിൽ ചെയ്തിരുന്നു. ബട്ട് സ്റ്റിൽ അദ്ദേഹത്തിന് അടിയിലേക്ക് ചെന്നപ്പോൾ ഒന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചില്ല. കുറേ വലിയ കല്ലും പിന്നെ കുറേ മണ്ണും ചെടികളും അല്ലാതെ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. അവിടെ ഒന്നും വ്യക്തമല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ജീവൻ വരെ പോകേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അതെന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ നാവികസേന അവിടെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തെ രക്ഷിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു. സോ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോൾ വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത് നദിയുടെ അല്ലെങ്കിൽ ആ ഒരു പുഴയുടെ ഒഴുക്ക് കുറയുക എന്നുള്ളതാണ്. ഒരു ഒഴുക്ക് കുറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും. ഒഴുക്ക് കുറയാതെ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും നീന്തൽ വിദഗ്ധരാണ്. അവരിറങ്ങിയിട്ട് പോലും ഭയങ്കര പ്രയാസമാണെന്നാണ് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ഈ ഒരു ഒഴുക്ക് മാറിയേ പറ്റത്തുള്ളൂ. നമുക്കറിയാം ഈ ഒരു സെപ്റ്റംബർ മുഴുവൻ അല്ലെങ്കിൽ ഓഗസ്റ്റ് മുഴുവൻ അവിടെ നല്ല രീതിയിൽ ഒഴുക്കുണ്ടാകുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഭയങ്കര ദുഷ്കരമായിരിക്കും അർജുനെ കണ്ടെത്തുക എന്നുള്ള കാര്യം. സോ ഒഴുക്ക് മാറിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളതെന്നാണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ എനിക്ക് തോന്നിയൊരു കാര്യം. നദിയുടെ ഒഴുക്കും ആ ഒരു ആഴവും ഭയങ്കര പ്രശ്നം തന്നെയാണ്. എന്തായാലും മാക്സിമം ആഴത്തിൽ അദ്ദേഹം ഇറങ്ങി നോക്കി, എന്നിട്ട് ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല. പിന്നെ നമുക്കറിയാം നദിയുടെ അടിയിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു കാഴ്ച എല്ലാം കാണാൻ പറ്റുക എന്ന് പറയുന്നത് അത് എളുപ്പമുള്ള കാര്യമല്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തൊട്ട് നോക്കിയാണ്, അതായത് കുറച്ച് ആഴത്തിലേക്ക് പോയി തൊട്ട് നോക്കിയാണ് പിന്നെ എല്ലാം മനസ്സിലാക്കുന്നത്. അതായത് എന്തെങ്കിലും അയൺ മെറ്റീരിയൽ ആണോ അല്ലെങ്കിൽ മനുഷ്യ ശരീരമാണോ, ഇതൊക്കെ തൊട്ട് നോക്കിയാണ് അറിയുന്നത്. സോ അതിന് പോലും പറ്റാത്തൊരവസ്ഥയാണ്, അത്രയ്ക്ക് ഒഴുക്കാണ്. സോ ആ ഒരു ഒഴുക്ക് മാറിയാൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ.